വലിയ വ്യവസായികളുടെ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ ചടങ്ങിലെ പ്രധാന അതിഥിയായ സന്യാസി ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ പ്രദേശം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു നിമിഷം സഹസ്രം നിശബ്ദമായി. പിന്നെ വളരെ പതുക്കെ ഉത്തരങ്ങൾ വരാൻ തുടങ്ങി. അറേബ്യയിലെ എണ്ണപ്പാടങ്ങൾ, ആഫ്രിക്കയിലെ സ്വർണ്ണഖനികൾ, അമേരിക്കൻ ഐക്യനാട്, എല്ലാം കഴിഞ്ഞ് അവസാനം ഒരു നറുപുഞ്ചിരിയോടെ സന്യാസി പറഞ്ഞു, അത് മനുഷ്യർ നിത്യതയിൽ ഉറങ്ങുന്ന സെമിത്തേരികളാണ്. കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സോളം സമ്പത്ത് ഉൾക്കൊള്ളുന്ന ഒന്നും നമുക്ക് പ്രപഞ്ചത്തിൽ കാണാൻ കഴിയില്ല. ദശലക്ഷക്കണക്കിന് വർഷം മണ്ണിലടിയിൽ പെട്ടുപോകുന്ന ഒരു കരിക്കഷ്ണം ചൂടും മർദ്ദവും സഹിച്ചൊരു വജ്രമായി മാറുന്നത് പോലെയാണ് ഒരു ജീവിതം കൊണ്ട് ഒരു മനുഷ്യൻ മൂല്യമാർജിക്കുന്നത്. എത്രമേൽ മൂല്യമാർജിച്ചാലും അറിയാതെയും പറയാതെയും ചെയ്യാതെയും ഏറെ മനസ്സിൽ ബാക്കി വെച്ചിട്ടാണ് ഒരാൾ നിത്യതയിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ അവർ ശയിക്കുന്ന മണ്ണിനോളം മൂല്യമേറിയതൊന്നും നമുക്ക് ലോകത്തിൽ കാണാൻ കഴിയില്ല. മനുഷ്യ മനസ്സുകളെ പ്രചോദിപ്പിക്കാനും അവരറിയാത്ത ശക്തി അവരെ അറിയിക്കാനും നമ്മൾ കണ്ടെത്തുന്ന മാർഗങ്ങളും മാധ്യമങ്ങളും നമ്മളോടൊപ്പമുള്ള ഒരു തലമുറയ്ക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. അത് ആവശ്യാനുസരണം തലമുറകളിലേക്ക് കൈമാറി പോകേണ്ടതാണ്. അത്തരമൊരു തിരിച്ചറിവാണ് തളർന്നു പോകുമ്പോൾ നമ്മൾക്കോ തളർന്നു നിൽക്കുന്ന മറ്റൊരാൾക്കോ മനസ്സിന് ഊർജ്ജമേകി ജീവിതം ആനന്ദത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒരു അശ്വമേധമാക്കാൻ വേണ്ടിയുള്ള ഈ ഒരു ശ്രമം. നല്ലതെങ്കിൽ സ്വീകരിക്കേണ്ടത് നിങ്ങളാണ്, മറ്റുള്ളവർക്ക് പകരേണ്ടതും നിങ്ങളാണ്. ജീവിതം ഒന്നേ ഉള്ളൂ, അത് പൂർണ്ണമായ സന്തോഷത്തോടെ ജീവിക്കാൻ പരസ്പരം നമുക്ക് സഹായിക്കാം. നിങ്ങൾ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു, സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ബി ഹാപ്പി, സ്റ്റേ ഫോക്കസ്ഡ്, കീപ് വാച്ചിങ്. കാച്ച് യു ഇൻ നെക്സ്റ്റ് സ്റ്റോറി. താങ്ക് യു.